ഹലോ ഡിയേഴ്സ്. അപ്പോൾ UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ 2022 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ്. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെട്ടു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. അപ്പോൾ അതിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നുള്ളതാണ് അതിൽ തെറ്റായ പ്രസ്താവന. അതേതാണ്? 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമുള്ള പട്ടികയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. യോജിപ്പിച്ച് എഴുതുക. അപ്പം 1 1 ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹം KP കേശവമേനോനാണ് അല്ലേ. KP കേശവമേനോനാണ് വൈക്കം സത്യാഗ്രഹം. ചെമ്പഴന്തി ആശ്രമം ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചാന്നാർ ലഹളയാണെങ്കിലോ ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമി. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ്. സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ പരിഷ്കർത്താവ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത്. ഇനി ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകൾ വിലയിരുത്തുക എന്നതാണ്. കേളപ്പൻ നയിച്ചു. കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുറം വരെയാണ് 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. 100ഓളം സ്വതന്ത്ര സമര സേനാനികളാണ് പങ്കെടുത്തത്. അപ്പോൾ അതിൽ 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. 4ഉം 5ഉം തെറ്റാണ്. 100ഓളം സ്വതന്ത്ര സമര സേനാനികളൊന്നും പങ്കെടുത്തിട്ടില്ല. ആകെ 32 പേരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി 5 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ കാലക്രമം കണ്ടെത്തുക എന്നാണ്. അപ്പം ആദ്യത്തേത് 4 ബംഗാൾ ഗസറ്റാണ്. 1870 ബംഗാൾ ഗസറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് 1 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 അല്ലേ. ഇനി അടുത്തത് ഏതാണ്? ചൗരി ചൗര സംഭവം 1922. ഉപ്പ് സത്യാഗ്രഹമാണെങ്കിലോ അടുത്തത് ഉപ്പ് സത്യാഗ്രഹമാണ് 1930. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം 1942. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ്. പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഹിന്ദു സമാജം, ബ്രഹ്മസമാജം. അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഹിന്ദു സമാജമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? നീല വിപ്ലവം, ധവള വിപ്ലവം, ഹരിത വിപ്ലവം, ഓറഞ്ച് വിപ്ലവം. ഓറഞ്ച് വിപ്ലവമാണ്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ സ്ഥാപക പിതാവായി കണക്കാക്കുന്നത് ആരെയാണെന്നാണ്. ഡോക്ടർ വിക്രം സാരാഭായ്, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ CV രാമൻ, ഡോക്ടർ ചന്ദ്രശേഖർ. അതിൽ A ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഡോക്ടർ വിക്രം സാരാഭായി ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. അത് നൈൽ നദീതടങ്ങളിലാണ് വികസിപ്പിച്ചിട്ടുള്ളത്. അത് കറക്റ്റാണ്. ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ചിഹ്നങ്ങളാണ് അല്ലേ. അപ്പം അതും കറക്റ്റാണ്. ഗിസയിലെ പിരമിഡുകൾ തന്നെയാണ്. ഇനി തെക്കൻ ഈജിപ്തിലെ ആദ്യകാല സംസ്കാരങ്ങളുടെ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബദേറിയൻ സംസ്കാരം തന്നെയാണ്. പുരാതന ഈജിപ്ഷ്യൻ ശവകുടീരങ്ങൾ ആഭരണങ്ങളും മറ്റു നിധികളും കൊണ്ട് നിറച്ചിരുന്നു. അത് മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ നാഗരികതയുടെ മറ്റൊരു പേരായി അറിയപ്പെടുന്നത് ഏത് എന്നാണ്. സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ ജനസംഖ്യ രജിസ്റ്റർ ചെയ്യുന്നത്? ആഭ്യന്തര മന്ത്രാലയമാണ് കേട്ടോ. ആഭ്യന്തര മന്ത്രാലയമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായിട്ടുള്ള പിസ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക എന്നതാണ്. അപ്പം അതിൽ 1ാമത്തത്. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. അത് കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്.
വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. അതും കറക്റ്റാണ്. 2000 ആരംഭിച്ച പിസ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. അതും കറക്റ്റാണ്. ഇനി പിസ റാങ്കിങ്ങിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് കറക്റ്റല്ല, തെറ്റായ പ്രസ്താവനയാണ്. 2021 നടന്ന പിസ പരീക്ഷയിൽ കേരളം അടക്കമുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതും ശരിയായ പ്രസ്താവന അല്ലാട്ടോ. ശരിയായിട്ടുള്ളത് 1, 2, 3 ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ്. അപ്പം 1, 2, 3 ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചതോട് കൂടിയിട്ടാണ്. 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചതോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുന്നത്. 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കി. അടുത്തത് വന്നിട്ടുള്ളത് ഇമ്പീരിയർ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കി. അത് ഏത് ബാങ്കിനെയാണ് ദേശസാൽക്കരിച്ചിട്ട് യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാക്കിയത്? ഇമ്പീരിയർ ബാങ്ക് ഏത് ബാങ്കാണ് ആയത്? അത് SBI ആയിട്ടാണ് കേട്ടോ മാറിയിട്ടുള്ളത്. ഇമ്പീരിയർ ബാങ്ക് SBI ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതെന്നാണ്? ഗോദാവരി, മഹാനദി, നർമ്മദ, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എന്താണ്? അത് ഹിമാലയൻ നദിയാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തതും 42ാം ഭേദഗതിയിൽ തന്നെയാണ് കേട്ടോ. ഇനി സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ നൽകിയിരിക്കുന്നത് അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പോലീസ്, കോടതി, ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നത്. കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ്. നിയമം, വിദ്യാഭ്യാസം, ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ. അതും തെറ്റായ പ്രസ്താവനയാണ്. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ്. അത് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 17. സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡയോസ്കോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഫിറ്റ്, ജിക്കോംബ്രിക്സ്, സ്റ്റെല്ലേറിയം, ടെക്സ്റ്റ് പെയിൻറ്റ്. അതിൽ സ്റ്റെല്ലേറിയമാണ് കേട്ടോ. സ്റ്റെല്ലേറിയമാണ്. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലാണെങ്കിൽ സ്റ്റെല്ലേറിയമാണ്. പിന്നെ സയൻസ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് ഫെറ്റാണ് കേട്ടോ. ജിക്കോംബ്രിക്സ് എന്താണ്? മാത്സ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് പെയിൻറ്റ് എന്താണ്? ടെക്സ്റ്റ് പെയിൻറ്റ് ചിത്രങ്ങളും അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 18. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കൈറ്റാണ് അല്ലേ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ജപ്പാൻ അടുത്ത കാലത്തായിട്ട് രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അത് ഫുക്കാഗു ആണ് കേട്ടോ. ഫുക്കാഗു ആണ്. ആരോഗ്യം, ഊർജം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ജപ്പാൻ അടുത്ത കാലത്തായിട്ട് രൂപകൽപ്പന ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ. ഇനി വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് കൂളോമാണ് അല്ലേ. വൈദ്യുത ചാർജ് കൂളോമാണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്? അത് A ആണ് കേട്ടോ. സ്ഥാനാന്തര സമയ ഗ്രാഫ് നിശ്ചലാവസ്ഥയിലാണ്. അപ്പം നേരെയാണ്. ഇനി 22. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായി യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ്? അത് വോസ്റ്റോക്ക് 1 ആണ്. 23. കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്. അതിനുള്ള കാരണം എന്താണ്? കടൽ വെള്ളത്തിലെ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. 24. ശബ്ദം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? വേഗതയ്ക്കും തരംഗദൈർഘ്യത്തിനുമാണ് കേട്ടോ. വേഗതയും തരംഗദൈർഘ്യത്തിനുമാണ് മാറ്റം സംഭവിക്കുന്നത്. വേഗത, തരംഗദൈർഘ്യം. ഇനി ഒന്നിലധികം സെല്ലുകൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. അതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓരോ സെല്ലിലൂടെയും കടന്നുപോകുന്ന കറണ്ട് തുല്യമാണ്. ശ്രേണി രീതിയിലാണെങ്കിൽ ഓരോ സെല്ലിലൂടെയും കടന്നുപോകുന്ന കറണ്ട് തുല്യമാണ്.
തുല്യമായിരിക്കും. ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൂടുകയാണ് ചെയ്യുന്നത്, കുറയുന്നു എന്നാണ് തെറ്റായ പ്രസ്താവനയാണ്. ഇനി 26 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ? അത് ഇലക്ട്രിക് ഹീറ്ററും മൈക്രോ ഓവനുമാണ്. റെഫ്രിജറേറ്റർ അതിൽ പെടുന്നില്ല കേട്ടോ. അപ്പോൾ 1ഉം 2ഉമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അത് പ്രളയാണ് കേട്ടോ. പ്രളയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ വേദ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈൽ പ്രളയാണ്. ഇന്ത്യ ബേഡ്സ് ന്യൂട്രിനോ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? തമിഴ്നാടാണ്. കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്തത് 29 താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൊളോയിഡിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം ആണ് എന്നാണ്. അപ്പോൾ 1ഉം 2ഉമാണ് കൊളോയിഡിൻ്റെ സവിശേഷതകൾ. ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. കൊളോയിഡിൽ എന്താണ്? പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. പദാർത്ഥ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അത് ഏതിലാണ് കഴിയുന്നത്? അത് സസ്പെൻഷനിലാണ് അല്ലേ. പദാർത്ഥ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് സസ്പെൻഷനിലാണ്. കൊളോയിഡിൽ അത് കഴിയൂല അല്ലേ. അപ്പോൾ കഴിയുന്നത് എന്താണ്? ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാനും കഴിയില്ല. അതുപോലെ പ്രകാശത്തിൻ്റെ പാത ദൃശ്യവുമാണ് കേട്ടോ കൊളോയിഡിൽ. ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണെന്നാണ്. അപ്പം അതിൽ ശരിയായിട്ടുള്ളത് ആൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. മുഴുവനും ശരിയായിട്ടുള്ളവയാണ്. HCl എന്താണ്? H പ്ലസ് Cl മൈനസ് ആണ്. H2CO3 ആണെങ്കിലും 2H പ്ലസ് CO3 2 ഇലക്ട്രോൺസ് വിട്ടു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് H2SO4 ആണ്. H2SO4 H+ ആണ് വന്നിട്ടുള്ളത്. പ്ലസ് HSO4 ആണ്. അതുപോലെ H3PO4 ആണ്. അടുത്തത് 3H പ്ലസ് PO4 3 ആണ്, 3 മൈനസ്. ഇനി പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ മുഴുവൻ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതിൽ പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം എന്താണ്? കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. അയോണീകരണ ഊർജം എന്ത് ചെയ്യുന്നു? അത് കുറയുകയാണ് ചെയ്യുക. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. മറ്റൊരു ആറ്റത്തിന് വലിച്ചെടുക്കാനുള്ള കഴിവ് കേട്ടോ. അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ അത് കുറയുകയാണ് ചെയ്യണത്. ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര എന്നാണ്. അത് 10 × 6.022 × 10⁻23 ആണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാം എന്നാണ്. 2ഉം 4ഉമാണ്. കാൽസിനേഷനും റോസ്റ്റിങ്ങുമാണ് കേട്ടോ. അപ്പോൾ സാന്ദ്രീകരിച്ചിട്ടുള്ള അയിരിൽ നിന്നാണ്, അതിൽ നിന്നും അയിരിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ്? അത് റോസ്റ്റിങ്ങും കാൽസിനേഷനുമാണ്. ഇനി A+3B gives പശ്ചാത്പ്രവർത്തനമാണ് കേട്ടോ. പുരോപ്രവർത്തനം രണ്ടും കൂടിയിട്ടുള്ള പ്രവർത്തനമാണ്. രണ്ടും നടക്കുന്നുണ്ട് ഇവിടെ. അപ്പം 2C പ്ലസ് താപമാണ്. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗ്ഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 3ഉം 4ഉമാണ് അതിൻ്റെ ആൻസർ ആയിട്ടുള്ളത്. മർദ്ദം വർദ്ധിപ്പിക്കുന്നു, എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. എയുടെ ഗാഢത വർദ്ധിപ്പിച്ചാലും അതുപോലെ തന്നെ മർദ്ദം വർദ്ധിപ്പിച്ചാലും ഈ ഒരു ഇതിൽ മാറ്റം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഇവിടെ ഫസ്റ്റത്തേൽ 3B ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. 3B ആണ്. 2C ആണല്ലോ അവസാനത്തിൽ അടുത്ത ആ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ മാറ്റമുണ്ട്, അതിൽ സംഖ്യകൾക്ക് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മർദ്ദം വർദ്ധിപ്പിച്ചാൽ മതി. ഇനി അതിൽ മാറ്റമില്ല, സംഖ്യകൾ ഒരേപോലെയാണ്, രണ്ട് ഭാഗത്തും Bയും 2ആണ് അതുപോലെ Cയും 2 ആണെന്നുണ്ടെങ്കിൽ മർദ്ദത്തിന് അവിടെ പ്രസക്തി ഇല്ല കേട്ടോ. ഇനി താപനില വർദ്ധിപ്പിച്ച മതിയാകും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാം എന്നാണ്.
അപ്പം അതിൽ 1ഉം 3ഉമാണ് ഫങ്ഷണൽ ഐസോമറുകൾ. അപ്പോൾ എന്താണ് CH3 CH2 OH ആണ് കേട്ടോ. അതിൽ 1 CH3 CH2 OH ആണ്. അതുപോലെ തന്നെ അല്ലതും വരുന്നത് നോക്കുക CH3O CH3 ആണ്. അപ്പോൾ നോക്കുക അതിൻ്റെ നമ്മൾ ഘടന എഴുതുമ്പം അതിൽ എത്ര ഫസ്റ്റത്തേൽ നോക്കുക CH3 CH2 OH ആണ്. അതിൽ C എത്ര ഉണ്ട്? C 2 ആണുള്ളത്. H എത്ര ഉണ്ട്? എണ്ണി നോക്കുക. ആദ്യത്തേൽ 3H ഉണ്ട്, രണ്ടാമത്തേൽ 2H ഉണ്ട്, OHൽ 1H ഉണ്ട് അല്ലേ. അപ്പം അതിൽ C2 H3യും പിന്നെ ഒരു Oയും അല്ലേ ഉള്ളത് ഘടന എഴുതുമ്പം. അത് കറക്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ്. ഇനി മൂന്നാമത്തെ നോക്കിട്ട അതിൽ CH3O പിന്നെന്താണ് CH3 അതിൽ OH ഒരു ശാഖയുണ്ട്. അപ്പം അതിൽ നോക്കുക അതിൻ്റെ രണ്ടാമത്തേന് 2 ശാഖ വന്നിട്ടുള്ളത്. അപ്പം ഈ മൂന്നാമത്തേൽ നോക്കുക CH3O CH3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലും 2 CL ഉള്ളൂ. പിന്നെ എത്ര ഉണ്ട്? H എത്ര ഉണ്ട്? 6 തന്നെയാണുള്ളത്. അപ്പം ഫസ്റ്റത്തേലും 6H ആണുള്ളത്, മൂന്നാമത്തേലും 6H ആണുള്ളത്. ബാക്കിയിലൊക്കെ ബാക്കി കുറേ H ഇല്ലേ? മറ്റേലൊക്കെ കുറേ H ഉണ്ടല്ലോ. അടുത്ത രണ്ടാമത്തേലും നാലാമത്തേലും H കൂടുതലുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഒരേപോലെയാണ് വന്നിട്ടുള്ളത് രണ്ടിൻ്റെയും. അപ്പോൾ ഒന്നാമത്തേലാണെങ്കിലും സിയിൽ 2 Hൽ 6 ആണ്, പിന്നെ ഒരു Oയും ആണുള്ളത്. പക്ഷേ എന്താണ് വ്യത്യാസമുള്ളതാണ് അല്ലേ. വ്യത്യാസമുള്ള എന്താണ് സംയുക്തത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാൽ ഘടനയിൽ ഒരേപോലെ ആയിരിക്കും എന്നാണ് കേട്ടോ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറഞ്ഞാൽ. ഇനി 36 താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാം എന്നാണ്. അത് രൂപാന്തരങ്ങളാണ് 2ഉം 3ഉം 4ഉം ആണ് കേട്ടോ. ഫുള്ളറീനും ഗ്രാഫീനുമാണ് കാർബണിൻ്റെ രൂപാന്തരങ്ങൾ. UN ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം 2019 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏതെന്നാണ്. അത് MJ ശ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതം. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പോഷക പ്രക്രിയയിലെ ശരിയായിട്ടുള്ള ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. അടുത്ത ക്വസ്റ്റ്യൻ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക. ADEK അടക്കെന്ന് പഠിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നതാണ് കേട്ടോ സെറിബ്രവുമായിട്ട് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതിൻ്റെ കേന്ദ്രം സെറിബ്രമാണ് അല്ലെ. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളെ വർത്തിക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതൊക്കെ സെറിബ്രം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 42 തന്നിരിക്കുന്നവയിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കുവാൻ സാധിക്കാത്ത രോഗം ഏതാണെന്നാണ്. അത് സിക്കിൾ സെൽ അനീമിയ ആണ് കേട്ടോ. അപ്പോൾ അത് ക്ഷയം, വില്ലൻ ചുമ അല്ലേ. അതുപോലെ DPT ആണ് ഈ ഡിഫ്തീരിയ, അതുപോലെ വില്ലൻ ചുമ, ക്ഷയത്തിനൊക്കെ ഒന്നിച്ചു കൊടുക്കുന്ന DPT ആണ് കേട്ടോ DPT. ഇനി 43 പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണ്? ജലത്തിൻ്റെ വിഘടനത്തിൽ നിന്നാണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ജലത്തിൻ്റെ ഉറവിടമാണ്, വിഘടനമാണ്. ചൂടും സ്പർശവും അറിയുന്നതിന് മനുഷ്യനെ സഹായിക്കുന്ന സ്വീകരണികളെ കണ്ടെത്തിയത് 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഡേവിഡ് ജൂലിയസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടി ഏത് എന്നാണ്. ജൈവ വൈവിധ്യ ഉദ്യാനമാണ്. പിന്നെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ മാത്സ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ അതിലെ ആൻസർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് വായിച്ച് പോകുന്നതിൽ കാര്യമില്ലല്ലോ. മാത്സ് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കി പഠിക്കുക. അടുത്തത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത എന്ത് എന്നാണ്. ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചിട്ടുള്ള ക്രമീകരണമാണ് ചാക്രിക രീതി കേട്ടോ. 62 പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് കേട്ടോ സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ. എന്താണ്? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിലുള്ള
നവീകരണമാണ്. 63 പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നു. ഏത് സമായോജന തന്ത്രമാണ്? അപ്പം അത് അനുപൂരണമാണ്. നിങ്ങൾ നമ്മളുടെ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് പഠിച്ച് ആ ഒരു വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടാകും അല്ലേ? അപ്പം അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് 64 ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർഡനർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ശാരീരിക ചലനപര ബുദ്ധിയാണ് അല്ലേ? ഇനി ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 ആശയങ്ങൾ ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. അതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? അത് സമീപസ്ഥ വികാസ മണ്ഡലമാണ് കേട്ടോ. ഇനി 67 പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾക്കാണ്. ഇനി അടുത്തത് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? അത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിന് ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ത്രികോണം ABC-യിൽ കോൺ A കോൺ A പ്ലസ് കോൺ P പ്ലസ് കോൺ B C = 180 ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി. ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? പ്രതീകാത്മക ഘട്ടമാണ് അല്ലേ? 71 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത്? വൈസ് ആണ്. WAIS ആണ് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത്. 72 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുവാനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം തുടങ്ങിയ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈകാരിക ബുദ്ധിയാണ് കേട്ടോ. 73ാമത്തെ ക്വസ്റ്റ്യൻ, സഹപാഠികളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? സഹകരണാത്മക പഠനമാണ്. സഹകരണാത്മക പഠനം. ഇനി 74 കേരളത്തിലെ സ്കൂളുകളുടെ വിവരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള പോർട്ടൽ ഏതാണ്? സ്കൂൾ വിക്കിയാണ്. 75 വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? അത് CMAT ആണ് കേട്ടോ. മരങ്ങൾ ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? താഴെ കൊടുത്തിട്ടുള്ളവയിൽ എന്തിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം? അത് സർഗാത്മകതയാണ് കേട്ടോ. ഇനി 77 ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഫെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജിയോബ്രിക്സ് എന്താണ്? അത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജിയോജിബ്രയാണെങ്കിലോ? ജിയോജിബ്രയും മാത്സിനെ കുറിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്റ്റെല്ലേറിയം നമ്മുടെ സാമൂഹിക ശാസ്ത്രത്തിന് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. ഇനി ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വമായിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്താമെന്നാണ്? വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. 79 ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏതുതരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത്? അർത്ഥപരമായിട്ടുള്ള ഓർമ്മയാണ് കേട്ടോ. 80 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് സബ് സ്കിൽ ഓഫ് റീഡിങ്ങിൻ്റെ സബ് സ്കിൽ അല്ലാത്തത് ഏതാണെന്നാണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അടുത്തത് 82 സംടൈംസ് ഐ ഹാവ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ ബിഫോർ പുഷിംഗ് മൈ ഓൺ ലിമിറ്റ്സ് ആൻഡ് യെസ് ഐ ഡു എക്സ്പീരിയൻസ് ബേൺ ഔട്ട് വാട്ട് ഡസ് ദ വേർഡ് അപ്പോൾ 82ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Sometimes I have to work harder than ever before, pushing my own limits. And yes, I do experience burnout. What does the word burnout denote in the sentence? Heat എന്നാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, he will have reached Dubai by next Wednesday. Identify the tense of the sentence. Future perfect ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ, the professor spoke for hours but could not
communicate to his students. Which phrasal verb could be used as substitute for the word communicate? Communicate എന്ന് പറയുമ്പോൾ get across ആണ്, get across. This has been a wonderful event and I stand before you to speak dash all of us tonight. 4 ആണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് he is dash best actor I know. അപ്പോൾ ദ ബെസ്റ്റ് ആക്ടർ ആണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണല്ലോ, അപ്പോൾ ദയാണ് വരുന്നത്. ഇനി ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ വുഡ് ബി പ്ലേയിങ് ക്രിക്കറ്റ് ബിക്കോസ് യു ലവ് ഇറ്റ്. അവനവന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ അവന് കളിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡിറ്റർമിനർ? ഡിറ്റർമിനർ ഇതിലേതാണ്? ദിസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദർ യൂസ്ഡ് ടു ബി എ ടൈം വെൻ ഐ ഡാഷ് റൺ 3 miles അറ്റ് എ സ്ട്രെച്ച്. കുഡാണ്, അതൊരു എബിലിറ്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കുഡാണ് വരുന്നത്. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് ടെസ്റ്റസ് ദാറ്റ് അസസ്സസ് എ പേഴ്സൺസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആർ കാൾഡ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പു, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ? ചന്ദ്രികയാണ് കേട്ടോ. കാക്കനാടൻ എന്നത് ആരുടെ തൂലികാ നാമമാണ്? ജോർജ് വർഗീസ് ആണ്. താഴെ നൽകിയിരിക്കുന്ന മധ്യമ പുരുഷൻ ഉദാഹരണം നിന്റെ. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത്? ഹൃദയരാഗങ്ങൾ. കണ്ണുനീർ എന്നതിൻ്റെ വരുന്ന പദം എന്താണ്? അത് ലോചമാണ്. 96, താഴെ തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണെന്നാണ്? എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. അത് എല്ലാ മാസം തോറും എന്ന് വേണ്ട ആവശ്യമില്ല, എല്ലാ മാസവും എന്ന് മതി. ഇനി നാറാണത്ത് ഭ്രാന്തം എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെ ആണ് ഇത് ഉൾക്കൊള്ളുന്നത്? ക്രീഡാരീതിയാണ്. ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് എന്നാണ്? ഗ്രാഫുകളാണ്. കുട്ടികൾ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ്? നിരന്തര വിലയിരുത്തൽ. വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഏതാണ്? ഉദ്ഗ്രഥിത സമീപനമാണ്. അപ്പം ഇത്രയുമാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. താങ്ക് യു ഓൾ.